വാർത്തകളിലേക്ക്. പോക്സോ കേസ് നടപടികൾ പ്രതിയും ഇരയും തമ്മിലുള്ള ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിൽ റദ്ദാക്കാനാകില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. പോക്സോ കേസ് പ്രതി സഞ്ജീവ് കുമാർ സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് കോടതിയുടെ നിരീക്ഷണം. സ്വാതി സന്തോഷ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. സ്വാതി, പോക്സോ കേസുകൾ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഇരയോട് ഒരു ഒത്തുതീർപ്പിലെത്തിയ കേസ് ഇല്ലാതാക്കുന്ന സംഭവങ്ങൾ വളരെയധികം കൂടിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അലഹബാദ് ഹൈക്കോടതിയുടെ ഇത്തരത്തിലൊരു നിരീക്ഷണം. ഏത് സാഹചര്യത്തിൽ ഏത് കേസ് പരിഗണിച്ചപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു നിരീക്ഷണം? വിനീഷ സൂചിപ്പിച്ച പോലെ തന്നെ പോക്സോ കേസിൽ ഏറ്റവും സുപ്രധാനമായ ഒരു നിരീക്ഷണമാണ് അലഹബാദ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പോക്സോ നിയമപ്രകാരമുള്ള ക്രിമിനൽ നടപടികൾ പ്രതിയും ഇരയും തമ്മിലുള്ള ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിൽ റദ്ദാക്കാനാകില്ലെന്നാണ് അലഹബാദ് ഹൈക്കോടതി സൂചിപ്പിച്ചിട്ടുള്ളത്. കുറ്റം രജിസ്റ്റർ ചെയ്യുന്നതിന് പ്രായപൂർത്തിയാകാത്ത ഇരയുടെ സമ്മതം അപ്രധാനമാണെങ്കിൽ അത്തരം സമ്മതം വിട്ടുവീഴ്ച ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിലും അപ്രധാനമായി തുടരുമെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. മൈനർ പിന്നീട് അപേക്ഷകനുമായി ഒത്തുതീർപ്പിൽ ഏർപ്പെടാൻ സമ്മതിക്കുന്നത് പോക്സോ നിയമപ്രകാരമുള്ള നടപടികൾ റദ്ദാക്കാൻ പര്യാപ്തമല്ലെന്നും ഇപ്പോൾ കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ പോക്സോ കേസ് പ്രതിയായിട്ടുള്ള സഞ്ജീവ് കുമാർ സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് സമിത് ഗോപാൽ ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. വിനീഷ.